എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. നമ്മൾ ഇന്നൊരു പുതിയ റീഡിങ്ങിലേക്ക് കടക്കുകയാണ് തീർച്ചയായിട്ടും. അതായത് നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള ആ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു കളക്റ്റീവ് റീഡിംഗ് എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം. അപ്പം ഈ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള ആ ഒരു വ്യക്തി, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ലവർ, ആരും ആവാം. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അവരുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കത് റെസൊണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും ഇത് കാണുന്നവരുടെ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിംഗ് കാണുക കേട്ടോ. നിങ്ങൾ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റീഡിംഗ് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രകാശമെങ്കിലും എൻ്റെ റീഡിംഗ് കൊണ്ടുണ്ടാകുന്നെങ്കിൽ അത് അത്രയും വലിയൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ആണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ. എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ആണ്. അതായത് എൻ്റെ ഒരു റീഡിംഗ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം എനിക്കില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ഒന്നും കൂടെ പറയുകയാണ്. പലരും വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, ഞാനുമായിട്ട് റെസൊണേറ്റ് ആവുന്നില്ല. അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുക. തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ വികാരങ്ങളാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. കുറച്ച് കാർഡ് എടുക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് നൈറ്റ് ഓഫ് കപ്സ്. ഇപ്പോൾ പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 4 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ആ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് ഒരു ഡീപ്പായിട്ടുള്ളൊരു റിഗ്രറ്റ് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെ വഞ്ചിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. നിങ്ങളെ വഞ്ചിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അത്രത്തോളം നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിലെ എല്ലാ സുഖവും സന്തോഷവും ഒക്കെ മാറ്റിവെച്ചു നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചതിച്ചിട്ട് പോയതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ വിഷമമുള്ളതായിട്ടാണ് കാണുന്നത്. കാര്യം നിങ്ങളെ ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം അവരെ വേട്ടയാടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണെന്നോ എന്താണെന്നോ അവർക്കറിയില്ല, പക്ഷേ അവർ നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടും അവരുമായിട്ടും കോമൺ ആയിട്ടുള്ളൊരു ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ വഴി നിങ്ങളോട് ബന്ധപ്പെടാൻ അവർ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ കോണ്ടാക്റ്റ് ഒക്കെ ലഭിക്കാൻ. അതായത് നിങ്ങളോട് എല്ലാത്തിനും ക്ഷമ പറയണമെന്നുണ്ട് അവർക്ക്. കാര്യം നിങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന സമയം, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഇവിടെ അവർക്ക് ഡീപ്പായിട്ടൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തി മാനസിക വേദനയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി മാനസിക വേദനയിലൂടെയാണ്, കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ആ ഒരു പഴയ സ്നേഹം, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പഴയ സ്നേഹത്തിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരികെ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ നിങ്ങളായിരുന്നു അവരെ എല്ലാ രീതിയിലും മോട്ടിവേറ്റ് ചെയ്യുന്നൊരു വ്യക്തി. നിങ്ങൾ വളരെ ഹീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ പല ദുഃഖങ്ങളും അല്ലെങ്കിൽ അവർക്കുണ്ടായ അവരെ സാമ്പത്തികപരമായിട്ടും അവരെ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയ ആ ഒരു വ്യക്തിയാണവർ. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് അവർക്ക് കുറ്റബോധമുള്ളത്. നിങ്ങളോട് തികച്ചും ഒരു കുറ്റബോധം, നിങ്ങളായിരുന്നു ശരി എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്.
നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി. നിങ്ങൾ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല. അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടൊരു സ്നേഹമാണ്, അവരുടെ ഹൃദയത്തിൽ നിറയെ നിങ്ങളോടുള്ളൊരു സ്നേഹമാണ്, അഗാധമായ പ്രണയമാണ് ആ ഒരു വ്യക്തിക്ക്. അവർക്ക് അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ആ വ്യക്തി ഓർത്തെടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു സ്നേഹത്തിനൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഇരട്ടി സ്നേഹം അവർക്കിപ്പം നിങ്ങളുടെ അടുത്തുണ്ട്. ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ വളരെ ആ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഇപ്പോൾ ജീവിതത്തിൽ അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി, പക്ഷേ എന്നിരുന്നാലും ആ ഒരു കാര്യം അവർ തീർച്ചയായിട്ടും നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉള്ള സമയമാണ്. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഹോണ്ട് ചെയ്തിരിക്കുകയാണ്, നിങ്ങളിൽ ഹോണ്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഓർമ്മകളൊക്കെ, അതായത് ചുട്ടുപൊള്ളിക്കുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പഴയകാല ഓർമ്മകളൊക്കെ അവർ അയവിറക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹോണ്ട് ചെയ്യുകയാണ്, നിങ്ങളുടെ തന്നെയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവർക്ക് സ്വപ്നങ്ങളുണ്ട് നിങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്നുള്ളൊരു സ്വപ്നമുണ്ട് അവർക്കിപ്പോൾ. ഇതൊരു വിവാഹത്തിലേക്കൊക്കെ എത്താം. നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാണ് നിങ്ങളെ വിട്ടുപോയെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് എത്താം. ഇനി നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു രണ്ടാം വരവ്, തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാര്യം നിങ്ങളുണ്ടായിരുന്ന സമയത്തുള്ള ഒരു കംഫർട്ടൊന്നും അവർക്ക് ഇപ്പോഴത്തെ ആ ഒരു ബന്ധത്തിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ കിട്ടുന്നില്ല. നിങ്ങളൊരു ഭയങ്കര ഹീലറായിരുന്നു. നിങ്ങളുടെ ആ ഒരു കെയറിങ് നേച്ചറൊക്കെ അവർ ഇപ്പോഴും ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതായത് എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും അല്ലെങ്കിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങൾ അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങൾക്കൊരു കെയറിങ് നേച്ചറുണ്ട്, ഒരു മദർഹുഡ്, ഒരു അമ്മയെപ്പോലെ. അതായത് അവർക്ക് അമ്മയുടെ സ്നേഹമൊന്നും അനുഭവിക്കാത്തവരായിരിക്കും ഒരു ചെറുപ്പത്തിൽ. അപ്പം നിങ്ങൾക്കൊരു അമ്മയെപ്പോലെ, ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് നിങ്ങൾ അവരെ പരിപാലിച്ചിരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ അവർ പോയി നിങ്ങളെ ഇട്ടിട്ട്. ആ ഒരു കാര്യത്തിലൊരു കുറ്റബോധമുണ്ട്. അതായത് ഞാൻ നഷ്ടപ്പെടുത്തിയത് എത്രത്തോളം വാല്യുബിളായിട്ടൊരു വ്യക്തിയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന പേജ് ഓഫ് സോർഡ് വന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ ഡെഫിനറ്റ്ലി സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ആഴത്തിലുള്ളൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ, ആഴത്തിലുള്ളൊരു ബന്ധം. ആകപ്പാടെ ഒരു വിഷമത്തിലൂടെയാണ് കേട്ടോ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത മാനസിക വേദനയിലൂടെയാണ്. പക്ഷേ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഒരു ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്. ഒരു രാത്രിയിലൊക്കെ നിങ്ങളെ സ്വപ്നം കാണുകയൊക്കെ ചെയ്യും. ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയൊരു സിറ്റുവേഷനാണിപ്പോൾ. മറ്റേ റീഡിങ്ങുകളിലേക്ക് ഒരു കണ്ടിന്യൂവേഷനാണ് കേട്ടോ ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ. അവരത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ. ഒരൊറ്റപ്പെടൽ അനുഭവിക്കുകയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. ഇപ്പോഴും അവർ വാല്യൂ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കണ്ടോ. 4 ഓഫ് പെൻറ്റക്കിൾ കണ്ടോ, അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ അവർക്കുള്ളതാണെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ഉറപ്പായിട്ടും അവർക്ക് കിട്ടും. അതായത് നിങ്ങളെ അവർക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരും. ജീവിതത്തിൽ അത്രത്തോളം ആ ഒരു വ്യക്തി വിഷമിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു വഞ്ചന, ഒരു വിശ്വാസവഞ്ചന ഉണ്ടാകും. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് നിങ്ങളെ വഞ്ചിച്ചു പോയൊരു വ്യക്തിയാവാം. പക്ഷേ ഇപ്പോഴും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അവർ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവർ ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഒട്ടും ഹാപ്പിയല്ല. ഇപ്പോഴും ഒരു ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് സ്നേഹം. ഹൃദയത്തിൽ നിറയെ നിങ്ങളാണ്. നിങ്ങളുമായിട്ടുള്ള പഴയ ഓർമ്മകളാണ് അവരിപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു പരിഗണനയൊന്നും അവർക്ക് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. ഈശ്വരൻ കൂട്ടിച്ചേർത്തൊരു ബന്ധം പോലെ അങ്ങനെയാണ് അവർ ഈ ഒരു ബന്ധത്തെ കാണുന്നത്. അത്രയൊരു ഡിവൈൻ കണക്ഷൻ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. ഒരു സത്യസന്ധമായ ഒരു സ്നേഹത്തോടു കൂടി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അവർ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്.
നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന പഴയ ഓർമ്മകളും എല്ലാം അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കോൺടാക്റ്റൊക്കെ ലഭിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. സൂൺ തന്നെ ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഒരു 2 വീക്സിനുള്ളിൽ 2 വീക്സ് ടു 2 മന്ത്സിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു കോൺടാക്റ്റ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് വന്നത്. 2 വീക്സ് ടു 2 മന്ത്സിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു കോൺടാക്റ്റ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ കൂടെയാണ് ഇപ്പോഴും. ജീവിതത്തിൽ അവർ എന്തുണ്ടെങ്കിലും അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് തീർച്ചയായിട്ടും. അവരങ്ങനെയാണ്, നിങ്ങളെ ഒരുപാട് അവർ വാല്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പം വളരെ ബ്യൂട്ടിഫുൾ റീഡിംഗ് ആയിരുന്നു. അപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. അവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ ഹൈപ്പ് ചെയ്യുക, എൻ്റെ ചാനലൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം എൻ്റെ റീഡിംഗ് കൊണ്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.